ആ കുടുംബത്തിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും അത് തന്തയും തള്ളയും മക്കളും കൂടെ നാട്ടുകാരുടെ മുമ്പിൽ വിളമ്പിയതാണ്. അവർക്ക് അതിനൊന്നും ഒരു മാനക്കേടും ഇല്ല. കാരണം അവർക്ക് പണം കിട്ടിയാൽ മതി. പിന്നെ ഇവരായിട്ട് ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യം എന്നാ? ഞാനത് ശരത്തിന്റെ അടുത്ത് ചോദിച്ചു. ഞാനും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ പറയും അത് ഞാൻ അവർക്ക് സത്യം ചെയ്തു ആരോടും പറയത്തില്ലെന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രേക്ഷകരെ അല്ല സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലേ? പിന്നെന്തിനാ ഇയാളിങ്ങനെ വീഡിയോ ഇടാൻ പോയത്? ഞാൻ എല്ലാ വിവരവും അറിഞ്ഞു, പക്ഷെ ഞാൻ പറയത്തില്ല എന്ന്. നാണമില്ലേ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ? വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കുവാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാതിരിക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉപ്പും മുളകും ലൈറ്റ്, ദ ഫാമിലി വ്ളോഗേഴ്സ്. ഇവരുടെ കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇന്നലെ വൈകുന്നേരം ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞ ചാനലിലൂടെ ആ ചേട്ടനും ചേച്ചിയും വന്നിരുന്നു. ചേച്ചി കരഞ്ഞു കൂടിയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൂത്ത മകളായിട്ടുള്ള പൊന്നുവിന്റെ ചാനൽ വഴി കുറച്ച് കാര്യങ്ങൾ, മറ്റേ എന്താണ് സ്ഥലമൊക്കെ കാണിച്ച് നടന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദൂസ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ മറ്റേ രണ്ടാമത്തെ കൊച്ച്, ഇപ്പോൾ ഒളിച്ചോടിപ്പോയ ആ കൊച്ച്, അതിന്റെ പുതിയൊരു ചാനലിനകത്തൂടെ വന്നിരുന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കുറെ കാര്യങ്ങളൊന്നും പറയാനില്ല, വലിയ കാര്യങ്ങളൊന്നും ആ കൊച്ച് സത്യം പറഞ്ഞാൽ പറഞ്ഞില്ല. എന്തൊക്കെയോ തട്ടിയും മുട്ടിയും 14 മിനിറ്റ് അവിടെ ഇരുന്നു. അപ്പൊ ഇങ്ങനെ 3 വീഡിയോ വന്നതിന് ശേഷം എന്നെ പോലെ ഈ ഒരു റിയാക്ഷൻ പരിപാടികൾ ചെയ്യുന്ന മിക്ക ആളുകളും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തു. അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായപ്പോൾ ഈ ഉപ്പുമുളകും ലൈറ്റിലെ ആ ഒരു ചേച്ചിയും ചേട്ടനും പല ആളുകളെയും പല റിയാക്ഷൻ ചാനലുകാരെയും കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെയും കുറെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറെ ആളുകളെ കോണ്ടാക്ട് ചെയ്തു. അവരോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോ ഇട്ട് നമ്മുടെ മൂപ്പൻസ് വ്ലോഗ്, മൂപ്പനാന്ന് തോന്നുന്നു. മൂപ്പനോട് അവര് സംസാരിച്ച കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൂപ്പന്റെ ഒരു പെർസ്പെക്റ്റീവ്, എന്നാൽ അവര് പറഞ്ഞ കുറെ കാര്യങ്ങൾ മൂപ്പനും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാതെ മൂപ്പൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ തൊട്ടും തൊടാതെയും അവിടെ ഇവിടെയൊക്കെ വെച്ച് മൂപ്പന്റെ ഒരു പെർസ്പെക്റ്റീവ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞു നിർത്തി. അതിനുശേഷം വേറൊരു നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ ഡാനിയുടെ ചാനലിനകത്തൂടെ ഈ ഒരു വിഷയം സംസാരിച്ച്, ഡാനിയും പറഞ്ഞിട്ടില്ല എന്താണ് ശരിക്കും ഇവരുടെ കുടുംബത്തിലുള്ള പ്രശ്നം കാര്യങ്ങളൊന്നും പറയാതെ, കുടുംബത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒളിച്ചോട്ടിപ്പോയ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അതല്ല, എന്തിന് ഒളിച്ചോടിപ്പോയി അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളുണ്ടല്ലോ, അതൊന്നും ഡാനിയും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഞാനിപ്പം വേറെ 1-2 പേര് ഇങ്ങനെ വീഡിയോ ചെയ്തു വരുന്നത് കണ്ടു. അപ്പോൾ കാര്യം എനിക്കും അറിയാം. ഞാനും ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയും തൊടാതെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ കുറെ പേര് ചോദിക്കും നിനക്കെന്താടാ വാ തുറന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. ഈ വീഡിയോ ചെയ്യാനായിട്ട് വേറൊരു കാരണം കൂടെ ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്കുള്ള, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനകത്തെ ഒരു വ്യക്തി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇന്നൊരു വോയിസ് അയച്ചു. അതായത് ഒരു ജസ്റ്റ് ഒരു വോയിസ് നോട്ട് എനിക്ക് അയച്ചു. എന്നോടൊരു കാര്യം ചോദിച്ചതാണ്. അപ്പൊ അത് ഞാൻ ഫസ്റ്റ് നിങ്ങളെ കേൾപ്പിക്കാം. ഇത് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും എന്നോടോ അല്ലെങ്കിൽ എന്നെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളോടോ ചോദിക്കാൻ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ എന്നോട് നിങ്ങളിൽ ഒരാൾ ചോദിച്ചു, അത് ഞാൻ ഇവിടെ കേൾപ്പിക്കാം. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ബാക്കി പറഞ്ഞു തുടങ്ങാം. ഇവരുടെ പ്രശ്നം എന്താണെന്നും എന്തുകൊണ്ടാണ് ആരും നിങ്ങളോട് ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാത്തതെന്നും എല്ലാം ഞാൻ നല്ല വിശദമായി പറഞ്ഞു തരാം. ആദ്യം ഇതൊന്ന് കേക്ക്. ഞാൻ എല്ലാവരുടെയും വീഡിയോകൾ കണ്ടു, ശരത്തിൻ്റെയും ഡാനിയുടെയും എല്ലാം കണ്ടു. അവരൊക്കെ എന്തൊരു മനുഷ്യരാ! ഇവരെന്താ ഇതൊക്കെയല്ലേ ഈ ഒളിച്ചു വെക്കുന്നേ? കാരണം ആ കുടുംബത്തിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും അത് തന്തയും തള്ളയും മക്കളും കൂടെ നാട്ടുകാരുടെ മുമ്പിൽ വിളമ്പിയതാണ്. അവർക്ക് അതിനൊന്നും ഒരു മാനക്കേടും ഇല്ല. കാരണം അവർക്ക് പണം കിട്ടിയാൽ മതി. പിന്നെ ഇവരായിട്ട് ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യം എന്നാ? ഞാനത് ശരത്തിന്റെ അടുത്ത് ചോദിച്ചു. ഞാനും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ പറയും അത് ഞാൻ അവർക്ക് സത്യം ചെയ്തു ആരോടും പറയത്തില്ലെന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രേക്ഷകരെ അല്ല സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലേ? പിന്നെന്തിനാ ഇയാളിങ്ങനെ വീഡിയോ ഇടാൻ പോയത്? ഞാൻ എല്ലാ വിവരവും അറിഞ്ഞു, പക്ഷെ ഞാൻ പറയത്തില്ല എന്ന്. നാണമില്ലേ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ? എൻ്റെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ച ചോദ്യമാണിത്. നാണമില്ലേ ഇങ്ങനെ വീഡിയോ ഇടാൻ എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ഇടുന്നതിനെ പറ്റിയല്ല, അവര് 1-2 പേരുകൾ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, അവര് വീഡിയോ ചെയ്തു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അവർ ആ വീഡിയോ ചെയ്തപ്പം ഒന്നും ഒരു പരിധി വിട്ട് പറഞ്ഞില്ല. മൂപ്പൻ എന്ന് പറയുന്ന മൂപ്പനൊക്കെ ആ ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മൂപ്പനെ കുറ്റം പറയില്ല കേട്ടോ. മൂപ്പൻ
വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. മൂപ്പനൊരു പരിധിയിൽ കൂടുതലൊന്നും പറയാതിരുന്നത്. അതങ്ങനെയാണ്. കാരണം നിങ്ങൾക്ക് കാര്യം അറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു വ്യക്തിയാണെങ്കിൽ എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും സംസാരിക്കുന്നത്? ഇപ്പൊ മൂപ്പനാണെങ്കിലും ഡാനി ആണെങ്കിലും എന്തുകൊണ്ട് ആരും ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല? ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സ്, ആ ഒരു ചേട്ടനും ചേച്ചിയും, ആ ഒരു സ്ത്രീയും പുരുഷനും, അവർ വന്നിരുന്ന എല്ലാ കാര്യങ്ങളും തള്ളുന്നതാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവർ പിന്നെ ഞങ്ങളോട് പറയണ്ടേ, നിങ്ങൾ അവിടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല, നിങ്ങളെയും ഞാൻ കുറ്റം പറയില്ല. അതുപോലെ തന്നെ എനിക്ക് ആ ഫാമിലിയെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ വീഡിയോ റിയാക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പേരുകൾ അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ നോക്കാം. നിങ്ങളിപ്പോൾ ഈ ചോദിക്കുന്നത് പോലെ അവർ എല്ലാം വന്ന് പറയണം എന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത്. ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കരുത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളെല്ലാം നിങ്ങളുടെ അപ്പുറത്തെ വീട്ടുകാരോടും നിങ്ങളുടെ കൂട്ടുകാരോടും എല്ലാവരോടും പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബോറാണത്. അത് വളരെ മോശം. നിങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ തൊപ്പും തൊടിയും പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചെന്ന് അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ഒക്കെ ചെന്ന് വരുന്നത് പറയുമോ? എനിക്ക് തോന്നുന്നില്ല, നമ്മൾ ആരും പറയത്തില്ല. ഇപ്പോൾ ഇവരൊരു ഫാമിലി വ്ളോഗേഴ്സ് ആണ്, അവരുടെ ലൈഫ് സ്റ്റൈലും പരിപാടി അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അപ്പൊ പോലും അവർ നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയിക്കുന്നുള്ളൂ. അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്, ഇല്ല എന്നല്ല. അവര് നമ്മളോട് പറഞ്ഞ്, ഞാനതൊക്കെ നേരത്തെ കാര്യങ്ങൾ സംസാരിച്ച് എന്റെ വേറൊരു പെർസ്പെക്റ്റീവ് സംസാരിച്ചതാണ്. അവരുടെ ശോകവും കാര്യങ്ങളും ഒക്കെ നമ്മളോട് ഇന്ന് പറയുന്നു, അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ അവരത് പറയുന്നുണ്ടെങ്കിലും നമ്മൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ശോകം കഥകൾ മാത്രമേ അവർ പറയുന്നുള്ളൂ. മനസ്സിലായില്ല? അതിന്റെ അപ്പുറത്തേക്ക് അവർ പറയുന്നില്ല. നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്താ, ബാക്കി എന്താ, സംഭവം എന്താ, കാര്യം പറയാം. പക്ഷെ അവർ പറയണോ വേണ്ടോ എന്ന് അവർക്ക് തീരുമാനിക്കാം. നമുക്ക് അവരെ മറ്റേ കുത്താൻ പറ്റത്തില്ല ഇട്ടുകൊണ്ട്, നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ, നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അത് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അതും പോട്ടെ. ഇനി നമ്മൾ ഈ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ സംസാരിച്ചു. ഇനിയിപ്പം ഈ എന്നെ പോലെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടിരിക്കുന്ന ആളുകൾ, അവരെ പറ്റി ഇപ്പം ചോദിക്കുന്നുണ്ട്, അവർ എന്തുകൊണ്ടൊരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുള്ളത്. ഞങ്ങളൊക്കെ മനുഷ്യന്മാരാ, മനസ്സിലായില്ലേ? നിങ്ങളെ പോലുള്ള ആളുകൾ തന്നെയാണ് നമ്മളും ഒക്കെ. നമുക്കൊക്കെ ഫീലിങ്സ് ഉണ്ട്. ഒരു അച്ഛനും അമ്മയും, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നല്ലോ വീഡിയോയിൽ, തുടക്കത്തിൽ പറഞ്ഞോ, എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകൾ ഈ ഒരു ചേട്ടനോടും ചേച്ചിയോടും ഇന്നലെ ഒക്കെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് വെച്ച് ഞാനും കുറെ കാര്യങ്ങൾ അറിഞ്ഞു. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇനിയിപ്പം മൂപ്പനും ഡാനിയൊക്കെ അറിഞ്ഞത് തന്നെയാണോ എന്ന് അറിയില്ല. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും. ചിലപ്പോൾ അതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ എന്നോട് പറഞ്ഞ ആളോട് അവര് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം കുറെ തവണ അദ്ദേഹവുമായിട്ട് ഇപ്പം കോണ്ടാക്ട് ചെയ്തു, അവര് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ലിറ്ററലി ഞെട്ടി. ഞാനും എങ്ങനെ നിങ്ങളോട് ഇത് പറയും? കാരണം നിങ്ങളോടത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. നമ്മളത് ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റായി പോകും. ആ ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കുന്ന പോലെ ആയി പോകും. അത് ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല. ഇച്ചിരി മനസാക്ഷിയുള്ള ഒരാൾക്കും പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ മൂപ്പനാണെങ്കിലും ശരി, ബാക്കി ആരും ഒരു പരിധി കൂടുതൽ നിങ്ങളോട് കാര്യം പറയാത്തത്. നമുക്കും ഉണ്ട് മനസാക്ഷിയും പരിപാടിയൊക്കെ, നിങ്ങൾക്കില്ലേ? നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ നിങ്ങളൊരു പരിധി കൂടുതൽ പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കരുത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് എവിടെ എന്തോരം നിങ്ങളോട് പറയണമെന്നുള്ളത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, അതായത് ചിലപ്പോൾ പെൺമക്കളുടെ അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും ഒക്കെ കാണുന്നെങ്കിൽ അവർക്ക് പെട്ടെന്ന് കണക്ട് ആവും. നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പുറത്തൊരാളും, നിങ്ങളുടെ കുടുംബക്കാർ പോലും അറിയരുത് എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായി. അത് ബാക്കിയുള്ള പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് പറ നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാവും നിങ്ങളുടെ സിറ്റുവേഷൻ? നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ അവര് ഫോഴ്സ്ഫുള്ളി നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകളോട്, നിങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്ന നിങ്ങളും അവരുടെ ഇടയ്ക്കുള്ള ഞങ്ങളെ പോലുള്ള മീഡിയേറ്റേഴ്സിന്റെ ഇടയ്ക്ക് അവർ പറയാൻ താല്പര്യമില്ലായിട്ട് പോലും അവർക്ക് പറയേണ്ടി വരുന്നു. അവരുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളോട് ഒരിക്കലും പറയാനേ പാടില്ലാത്ത കാര്യങ്ങൾ അതുവരെ നിങ്ങൾക്ക് പറയേണ്ട അവസ്ഥ എത്തുന്നു. മനസ്സിലായില്ലേ? അത് നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കേ പറയാൻ പറ്റുന്നില്ല. അപ്പൊ അവരെങ്ങനെ നിങ്ങളോടത് പറയും? അവർക്ക് അവരുടെ മക്കളും അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ കല്യാണവുമായി അവൾ എന്തിനിറങ്ങിപ്പോയി, എന്ത് കാരണത്താൽ ഇറങ്ങിപ്പോയി, ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻറ്റുയിറ്റ്, ഭയങ്കര ഡെപ്തായിട്ട് കുറെ ആളുകൾ കുറെ കമന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കുറെ പേര് ചോദിക്കുന്നതൊക്കെ നമുക്കതിന് ഒരു റിപ്ലൈ തരാൻ നമുക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഊഹിച്ചോളൂ, ചിലപ്പോൾ അതൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ ഊഹിച്ചു വെച്ചോളൂ, അത്രയും മതി.
നിങ്ങൾ ഊഹിച്ചോളൂ. നിങ്ങൾക്കും അറിയാൻ ആഗ്രഹങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്നതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ലൈറ്റ് കത്തിയിട്ടുണ്ടെങ്കിൽ ആ കത്തിയത് അവിടെ ഇരുന്നോട്ടെ, അത് പറയാൻ പോകണ്ട. കാരണം അത് വേണ്ടടൂ. അത് നമ്മളൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ അച്ഛൻ്റെ അമ്മയുടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവർ ഇന്നലെ അവരുടെ വീഡിയോയിൽ ഈ ഉറങ്ങിയിട്ടില്ല, അവരുടെ സമാധാനം പോയി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ ആദ്യമേ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ, അതൊക്കെ ചുമ്മാ തട്ടിപ്പാണെന്ന് തന്നെ ഞാനും വിചാരിച്ചു. പക്ഷേ ശരിക്കും അവർ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഇന്നലെ രാത്രികളൊന്നും എനിക്ക് തോന്നുന്നു അവർ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ അവർ ഉറങ്ങിയിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വല്ലാത്തൊരവസ്ഥയല്ലേ, അത് വല്ലാത്തൊരവസ്ഥയല്ലേ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആ ഒരു വീഡിയോക്കകത്തുനിന്ന് ഓരോ പൊട്ടും പൊടിയും എടുത്ത് കുത്തിക്കീറി സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ പേഴ്സണലി കുറച്ചും കൂടെ പോയി അവരുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സിറ്റുവേഷൻ ഈസ് ലൈക്ക് ഭയങ്കര വേസ്റ്റ് ആണ്. നിങ്ങളോട് മറ്റേ ഛർദിച്ചിട്ട് എന്താ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയാണ് അവരുടെ. എന്ത് ചെയ്യണമെന്നറിയാം. നിങ്ങളും ഒക്കെ പിന്നെയും പോയി അവരെ ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് പോകും. അവര് ഇപ്പൊ ചെയ്യുന്ന, എൻ്റെ അറിവില് അവർക്ക് ഇപ്പോൾ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ട് അതുവഴി കാശുണ്ടാക്കി പോണതാണ്. നമുക്ക് അതില്ലാതെ ആക്കണ്ട. ഞാൻ അത് നിങ്ങളോട് പറയുന്നു. അതോടൊപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, പറയാതെ പറഞ്ഞു പോവാണ്, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. ഇതാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. പ്രോപ്പറായിട്ട് ഇത് വേറെ നിങ്ങളോട് പറഞ്ഞു കാണത്തില്ല, പക്ഷെ ഇതെനിക്ക് പറയണമെന്ന് തോന്നിയത് വേറെ ഒന്നും കൊണ്ടല്ല. പുതുതായിട്ട് ഓരോ ചാനലുകൾ അവിടെ ഇവിടെ ഇതിന്റെ പേരിൽ പൊങ്ങി വരും. നമ്മൾ റിയാക്ഷൻ ചാനലുകളല്ല ഞാൻ പറയുന്നത്. ഞാൻ പേരും പറയുന്നില്ല, ആ കുടുംബത്തിൽ തന്നെ ഈ ഒരു വഴക്കിന്റെ പേരിൽ പുതിയ ചാനലൊക്കെ പൊട്ടിമുളച്ചു വരും. ആ ചാനലിനെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ട് പോകണ്ട. അങ്ങനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കി അതിനകത്തുനിന്ന് കാശുണ്ടാക്കാം എന്ന് വിചാരിച്ച് ചില ആളുകൾ ആ ഒരു കുടുംബത്തിലോട്ടൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. 101% നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരെ ഒന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്, ദൈവത്തെ ഓർത്ത് സപ്പോർട്ട് ചെയ്യരുത്. അത് വലിയൊരു തെറ്റായി പോകും, നിങ്ങൾ ചെയ്യുന്നൊരു തെറ്റായി പോകും. മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ വീണ്ടും ഞാൻ പറയുന്നു, നിർബന്ധിക്കണ്ട. പറ എന്നും പറഞ്ഞ്. അതുപോലെ തന്നെ വിത്ത് ഓൾ റെസ്പെക്ട് ടു ദ പേഴ്സൺ ഹു ഹാവ് സെൻഡ് മീ ദാറ്റ് വോയിസ് നോട്ട്. എനിക്ക് വളരെ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് ആ വോയിസ് നോട്ട് ഇട്ടത്. പക്ഷെ എങ്കിലും ഞാൻ പറയുകയാണ്, ഒരിക്കലും നമുക്കങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഫോഴ്സ് ചെയ്യരുത്. നമുക്ക് പറഞ്ഞാൽ നിങ്ങൾ കാണുകയല്ലേ, നമുക്ക് റീച്ച് കിട്ടുന്നതല്ലേ, നമുക്ക് അറിഞ്ഞൂടെ. പക്ഷെ ഇത്തിരി മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആരും അത് പറയാത്തത്. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഫാമിലി വ്ളോഗേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുമ്പോൾ അവർക്ക് കാണിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ചില ഫാമിലി വ്ളോഗേഴ്സ് ഇവിടെ പറ്റിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ എടുത്ത് പൊക്കി തലയിലൊന്നും വെക്കുന്നുമില്ല, അതുമില്ല. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ അധികം ഷോപ്പും പരിപാടികളും കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഹാപ്പിനെസ്സും നിങ്ങളുടെ ട്രാവലും നിങ്ങളുടെ കളിയും ചിരി ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചാൽ മതി. കരച്ചിലും പിടിച്ചിലും കാണിക്കേണ്ട കാര്യമില്ല. അത് കാണിച്ച് കാശ് മേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇവർക്കൊരു പോർഷനിൽ അത് പറ്റി എന്ന് വെച്ചിട്ട് വീണ്ടും ആ കുടുംബത്തിലെ പറയാൻ പോലും പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ പറയണമെന്ന് നിങ്ങൾ അവരെ ഫോഴ്സ് ചെയ്യരുത്. അത് വളരെ കഷ്ടമാണ്. ആൻഡ് ഞാൻ ഇങ്ങനെ അധികം ഇങ്ങനത്തെ മറ്റേ സങ്കടം വന്നിട്ട് ആരെയും പാമ്പർ ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. സ്ഥിരം കാണുന്നവർക്കറിയാം, വളരെ ഇമോഷണലി വീക്ക് ആണെങ്കിൽ പോലും അങ്ങനെ. ഇതിപ്പം ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സ് കാരണം എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുകളൊന്നും വരാനില്ല. വീഡിയോ കാണുന്ന നിങ്ങൾക്കും നമുക്ക് ഈ നാട്ടിലുള്ള ഒരാൾക്കും ഇവരെ കൊണ്ട് നമുക്കാർക്കും ദ്രോഹം സംഭവിക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇവരെ മറ്റേ കൊല്ലണ്ട, അതായത് വലിച്ചു കീറി അവരെ മറ്റേ വളരെ മോശമായിട്ട് ചിത്രീകരിക്കണ്ട. ആ രീതിയിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് വേണ്ട. അതുപോലെ തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയട്ടെ, അവർ വീഡിയോ ചെയ്യട്ടെ, കാശുണ്ടാക്കട്ടെ, പോട്ടെ. കാണാൻ പറ്റുന്നവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരും സപ്പോർട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ബോക്സ് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക. പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ പറ്റിക്കുകയല്ലേ എന്ന് ഒരിക്കലും നിങ്ങൾ ഞങ്ങളോട് ചോദിക്കരുത്. എല്ലാവരോടും ചോദിക്കരുത്. ചില ആളുകൾ ചിലപ്പോൾ പറ്റിക്കുന്നവർ കാണും. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇപ്പം മൂപ്പനാണെങ്കിലും ശരി, ഇപ്പം ഞാനാണെങ്കിലും ശരി, ഇങ്ങനെ ഒരു വീഡിയോ വന്ന് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം, അല്ലെങ്കിൽ മൂപ്പൻ ആ ഒരു വീഡിയോയിൽ ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാതെ ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷൻ മാത്രം നിങ്ങൾക്ക് തരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയത്തിൽ ഒരു എൻഡ് വേണമല്ലോ, അതിനുവേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇനിയൊരു അവരുടെ ദേഹത്തോട്ട് എല്ലാവരും കൂടെ കയറാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. നമ്മളും ആരും വെറും പൊട്ടന്മാരൊന്നും അല്ലല്ലോ.
നമ്മളും അവരോട് അങ്ങോട്ട് ചോദിക്കാനുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അതിനുള്ള മറുപടികളൊക്കെ അവർ പറഞ്ഞതിന് ശേഷമാണ് വേണ്ട ഇനി നമുക്ക് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ കറക്റ്റ് ഫാമിലിയിലകത്തെ വലിയൊരു പ്രശ്നം എടുത്ത് എക്സ്പോസ് ചെയ്ത് ആരെയും അറിയിക്കണ്ട എന്ന് തീരുമാനിച്ചത്. ഇത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്.